പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പാടും
പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും പാലും സുസ്ഥിരമെന്നും അനവധ്യൻ മമനാഥൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ദൈവമേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യേനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ നൂതനരക്ഷയുമേകുന്നു. കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതത്വവിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. ആമേൻ. എന്റെ സഹോദരൻ, നിയമാവർത്തന പുസ്തകം വായന അധ്യായം 28 1 മുതൽ 14 തിരുവചനങ്ങൾ. അനുഗ്രഹങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്നും ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലി കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത്
കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവർ നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്റെ ജനതകളുടെ നേതാവാക്കി നീ ആരുടെയും ആജ്ഞാവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രമിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടങ്ങളും വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. അവനെ സ്നേഹിപ്പിൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ശരണമടയ്ക്കുന്നു ശക്തി ധരിച്ചിടും ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ഒലിവുമരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും പേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ ആ ശാഖകൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേരിനെ താങ്ങുകയാണ് എന്നോർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചേർത്തതിനാൽ ശാഖകൾ ഒറ്റപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ തിരിച്ചപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി കുറിച്ചിരിക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുന്നു. എന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാതെ നിന്നോട് കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കാഠിന്യോ നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യോ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നാൽ നിന്നോട് കാഠിന്യോ അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചിരിക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചേർക്കാൻ ദൈവത്തിന് കഴിയും. പണത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിൽ പ്രതിസന്ധമില്ലാത്തവരും ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുകയും എത്രയോ യുക്തം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
തിരുവചന കതിരുകയും വയലേലകളെന്നതുപോൽ മനവും ഹൃദയവും ഉഴുതുമറിച്ചൊരു മനമായി അണിചേരാം. തിരുവചന കതിരുകയും വയലേലകളെന്നതുപോൽ മനവും ഹൃദയവും ഉഴുതുമറിച്ചൊരു മനമായി അണിചേരാം. കർത്താവരുളും തിരുവചനത്തിനു കാതു തുറന്നീടാം. ആ തിരുവചനം ശ്രവിച്ചു പാവനപാദമുടന്നീടാം. കർത്താവരുളും തിരുവചനത്തിനു കാതു തുറന്നീടാം. ആ തിരുവചനം ശ്രവിച്ചു പാവനപാദമുടന്നീടാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടി നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലായി നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുരിശ ശാഖ പോലെ പുറത്തേക്ക് എറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്ന വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവരുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. സമൃദ്ധിയുണ്ടാകുവാൻ തമ്പുരാനോട് ചേർത്ത് തീർക്കുക. ഈശോമിശിഹായിലേറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആദ്യമായി നാം ശ്രദ്ധിക്കുകയുണ്ടായി സമൃദ്ധിയെക്കുറിച്ച്. സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കണമെന്ന്. രണ്ടാമത്തെ വായനയിൽ ബഡ്ഡിങ്ങിനെ കുറിച്ചാണ് പറയുക. ഒലിവ മരത്തോട് ഒട്ടിക്കുന്ന നല്ല തൊലിയെ കുറിച്ച്. ബെഡിങ് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ബെഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ നടത്തുക. മൂന്നാമത്തെ വായനയിലേക്ക് ഈശോ കടക്കുമ്പോൾ പറയുകയാണ്, ചേർന്ന് നിൽക്കുക തായ്തണ്ടിനോട്. മുന്തിരിച്ചെടിയിലെ ഉപമയാണ്. ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളുമാണ്. തൊട്ടപ്പുറത്ത് മുന്തിരിച്ചെടിയുണ്ട്. വന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അഖിലിനോട് ഞാൻ പറഞ്ഞു, അഖിലെ, ആ മുന്തിരിച്ചെടി ഒന്ന് വെട്ടിയൊരുക്കിയാൽ അത് ഫലം കായ്ക്കും. അഖിൽ കുറച്ച് വെട്ടി, അതിനുശേഷം നിർത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വെട്ടിയിടങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് തുടങ്ങി. മറ്റു ഭാഗങ്ങളിൽ ഫലം പുറപ്പെടുവിക്കാതെ അത് നീണ്ടുപോയി. പൂർണ്ണമായും വെട്ടിയൊരുക്കിയാലാണ് പൂർണ്ണമായും ഫലം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കമ്പത്ത് പോകുമ്പോൾ മുന്തിരിത്തോട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ചില ഇടങ്ങളിൽ ഒരു ഇല പോലും ഇല്ലാതെ വെട്ടിയൊരുക്കി നിർത്തുന്ന
മുന്തിരിത്തോട്ടം ഒരു ഇല പോലും ഇല്ലാതെ വെട്ടി ഒരുക്കപ്പെടണം. സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ആരാകുന്നുവെന്ന്. ഈശോ വ്യത്യസ്തമായ രീതികളിൽ തന്നെ കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. പഴയ നിയമഗ്രന്ഥത്തിൽ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവം പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്ത തലങ്ങളിലൂടെ ദൈവം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ലോകത്തിന് പ്രകാശമാണ്, ഞാൻ ആടുകളുടെ വാതിലാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്. ഈ മുന്തിരിച്ചെടിയിലെ കൃഷിക്കാരനാരാണ് എന്ന് വളരെ വ്യക്തമായി യേശു പറയുന്നുണ്ട്. അത് എൻ്റെ പിതാവാണ്, നിങ്ങൾ അതിലെ ശാഖകളാണ് എന്നും യേശു പറയുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ യേശു ഓർമ്മപ്പെടുത്തുകയാണ്, വ്യക്തി ഒരുക്കപ്പെടണം. വ്യക്തി ഒരുക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും സഹനങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, മുറിപ്പെടുത്തലുകളുണ്ടാകും, വേർപാടുകളുണ്ടാകും. എന്നാൽ അവയെല്ലാം ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ അവയെല്ലാം നമ്മെ വളർത്തുക ഉത്തരവാദിത്വത്തിലേക്കാണ്. ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്കാണ്. അത് നമ്മുടെ ഏത് മേഖലയിലാണെങ്കിലും കാണുവാനായിട്ട് സാധിക്കും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക തീർച്ചയായിട്ടും ഒരുക്കപ്പെടലാണ്. ജോലിയിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും, ഒരുക്കപ്പെടൽ. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫെയിലിയേഴ്സ് ആർ പില്ലേഴ്സ് ഓഫ് സക്സസ് എന്ന് നമ്മൾ പറയാറുണ്ട്. പരാജയങ്ങൾ വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ദൈവിക പദ്ധതികളാണ് എന്ന ചിന്തയോടുകൂടി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കുവാനായി സാധിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ കാത്തുപരിപാലിക്കും എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് യേശു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുക. വ്യക്തി ഒരുക്കൽ തീർച്ചയായിട്ടും മാറ്റപ്പെടലാണ്, വേർപെടുത്തലാണ്, മുറിവുണ്ടാക്കലാണ്. ജീവിതത്തിൽ പലപ്പോഴും മുറിവുകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് ഏറ്റവും സുഖകരമായ ഒരു ജീവിതമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അത് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ ഗർഭധാരണം സുഖകരമല്ലായിരുന്നു. പ്രസവിക്കുവാനുള്ള ഇടം കണ്ടെത്താത്ത അവസ്ഥ സുഖകരമല്ലായിരുന്നു. പലായനം സുഖകരമല്ലായിരുന്നു. തിരിച്ചുവരവ് സുഖകരമല്ലായിരുന്നു. മകനെ കാണാതാകുന്ന അവസ്ഥ സുഖകരമല്ലായിരുന്നു. യൗസപിതാവിന്റെ മരണം സുഖകരമല്ലായിരുന്നു. ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഇത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെയെല്ലാം ആ കുടുംബം ഈശോ തമ്പുരാനോട് ചേർന്ന് നിന്ന് ദൈവകൽപ്പനകൾക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അത് സുഖകരമല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ സ്ലീഹയെ ഒഴിച്ച് മറ്റെല്ലാവരും രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ഉണ്ടായത്. അവിടെ സഭ പടുത്തുയർത്തപ്പെടുകയാണ്. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രതിസന്ധികളിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. പ്രതിസന്ധികൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ധാരാളം ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക. ഇത് തന്നെയാണ് 3 വായനകളിൽ നിന്ന് നമ്മൾ കാണുക. ധാരാളം ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കണമെന്ന് പഴയ നിയമഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൽ ലേഖനഭാഗത്ത് തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു, ഒലിവ് മരത്തിനോട് ഒട്ടിച്ചേർക്കുന്നത് പോലെ ഒട്ടി നിൽക്കുക, ധാരാളം ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്. സുവിശേഷത്തിലൂടെ നമ്മോട് പറയുകയായിരുന്നു, തമ്പുരാന്റെ വചനം കേൾക്കുക. തമ്പുരാന്റെ വചനം കേൾക്കുവാനായിട്ട് കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തമ്പുരാനെ സ്നേഹിക്കണം, അവരിൽ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ ധാരാളം ഫലം ലഭിക്കുന്നതായിട്ട്, സമൃദ്ധി ഉണ്ടാകുന്നതായിട്ട് സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ധൻ വിശ്വസിക്കുകയാണ്, അവന് കാഴ്ച ലഭിക്കുകയാണ്. തളർവാദ രോഗി, ബെത്സൈദയിലെ തളർവാദ രോഗി
വിശ്വസിക്കുകയാണ്. അവൻ കിടക്കയും എടുത്ത് നടക്കുകയാണ്. രോഗികൾ വിശ്വസിച്ചു, അവർക്ക് സമൃദ്ധിയുണ്ടായി. കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ പറയുന്നത് അവർ കേട്ടു, അവിടെ സമൃദ്ധിയുണ്ടായി. തമ്പുരാനോട് ചേർന്നതുകൊണ്ട് തമ്പുരാന്റെ വചനം ശ്രമിച്ച് അതിനനുസരിച്ച് ജീവിച്ച് സമൃദ്ധിയിലേക്ക് വളരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോട് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത് പങ്കാളിയാകുവാനും അതുപോലുള്ള സന്മനസ് ദൈവത്തിൽ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ത്രീയന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ ക്രിസ്തുരാകുവാൻ എന്നെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവം വിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ്ഗ സൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭ മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിസ്ഥിതി പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആഫ്രിക്കയും ഞങ്ങളുടെ തിരുവനന്തപുരം അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിനെയും മറ്റെല്ലാവരെയും ആദ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകികളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഉള്ളവും എന്നുള്ളതും വേഗവും എന്തേയും സ്നേഹമോടെ കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാൻ ഒന്നായി ലയിക്കട്ടെ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാൻ ഒന്നായി ലയിക്കട്ടെ. ഈ യോഗത്തിനോടും വീരോടും നമ്മുടെ കാഴ്ചയോടും ഒപ്പം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും നമ്മൾ സമർപ്പിക്കാം. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ചിന്തിച്ചു കൊടുക്കുക. ഞാൻ നൽകാം, നിങ്ങൾ എന്നോട് ചെയ്യണമെന്ന് പറയുന്ന തമ്പുരാനോട് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ തിരുത്തുറ്റി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക്
കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും യോസേപ്പിനെയും സദരമോർത്തിടാം പാവനം ഈ ബലിയിൽ. സാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവേ നമ്മെയും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തപിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടിക്കുമുള്ള ആദ്യജാതനും യുഗപരമ്പരാഗതനും പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാക്കപ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നു. പിതാവിന്റെ പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സ്ഥാപിതവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ എളുപ്പം വിദ്യാഭ്യാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേ തിരുനാമം ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും
പിതാവേ സ്നേഹമാകും റൂഹാവൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരമായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തെ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എന്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. അറിയുന്നു ഞാൻ
അങ്ങനെ തിരുനാമത്തെ സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. എൻ രക്തത്തിൽ വന്നു ഇറങ്ങി വരുന്നു ദൈവം. എൻ രക്തത്തിൽ വന്നു ഇറങ്ങി വരുന്നു ദൈവം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം ജീവന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ നമ്മുടെ ഐശ്വര്യങ്ങളെ രഹസ്യങ്ങളെയും നമുക്ക് ഭക്തിയോടെ സമീപിക്കുക. അല്ലാതെ ശരണത്തോടെ അപരാധം പാപങ്ങളെ സ്പഷ്ടതച്ചുകൊണ്ടും സഹോദരങ്ങളെ ശ്രമിച്ചുകൊണ്ടും നമുക്ക് സന്നിധിനാഥനായ ദൈവത്തോട് കൃപയും മോചനവും യാചിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവരുടെ വിളിച്ചപേക്ഷിക്കണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സ്വഭയിലവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ മിശിഹായുടെ ഭാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായ ശരീരത്തെ ജീവൻ
കഴിഞ്ഞാഴ്ച സ്വപ്രകാശ 4887 രൂപ, ഹിന്ദു കുർബാന 3937 രൂപ, സെന്റ് മേരീസ് സെന്റ് ജോസഫ് കുടുംബീറ്റിയുടെ കാഴ്ചസമർപ്പണം 1700 രൂപ, 5ാം ക്ലാസ്സിലെ കുട്ടികളും അവരുടെ പേരൻസും ടീച്ചറും 1330 രൂപ. സെന്റ് ജോൺ യൂണിറ്റ് 4 മണിക്ക് പ്രകാശ് വെൻസി കുരിശിന്റെ വസതിയിൽ വെച്ചും, സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് 5 മണിക്ക് ബൈജു ചാതിയിലെ വസതിയിൽ വെച്ചും സമ്മേളിക്കുന്നതാണ്. പള്ളി നിർമ്മാണം എന്ന ലക്ഷ്യത്തോടെ നമ്മൾ 1 ലക്ഷം രൂപയുടെയും 3 ലക്ഷം രൂപയുടെയും 2 ലഘു നിക്ഷേപങ്ങൾ ആരംഭിച്ചു. അടുത്ത 2 ലഘു നിക്ഷേപങ്ങൾ 1 ലക്ഷം രൂപയുടെയും 3 ലക്ഷം രൂപയുടെയും തുടങ്ങുന്നതിന് അംഗങ്ങളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സഭയിൽ എല്ലാവരും ചേരുവാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ ലഘു നിക്ഷേപങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജോസ് ജോസഫ് മറ്റേക്കരോട്ട്, വർഗീസ് പടമാട്ടുമൽ, ജോൺ ഒരിക്കൽ, ജോൺ ഇരത്തറ, ഷാജൻ ജോൺ കൊച്ചുപുതുശ്ശേരി, അനു പുല്ലിയിൽ, ജോബു മാത്യു കൊച്ചുപുതുശ്ശേരി, ബിനോയ് ജോസഫ്, ഷാജൻ എംവായ്, ജോർജ് കൊച്ചുപുതുശ്ശേരി എന്നിവരാണ്. അവരുടെ നല്ല മനസ്സ് ഹൃദയപൂർവ്വം നാം പറയുന്നു. ബുധനാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഇനി മുതൽ വൈകിട്ട് 6 മണിക്കായിരിക്കും.
പള്ളി പണിയണം എന്ന സ്വപ്നത്തിൻ്റെ തുടർ നടപടിയായി അടുത്ത ഞായറാഴ്ച മുതൽ സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതിനായിട്ട് ഞാൻ തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതാണ്. ആദിമ ക്രൈസ്തവ സമൂഹം അപ്പമുറിക്കൽ ശുശ്രൂഷ ഈ ഭവനങ്ങളിൽ നിന്ന് അപ്പവും വീഞ്ഞും കൊണ്ടുവരുമായിരുന്നു. അതിനുശേഷം പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവയുടെ വലിയവരും ചെറിയവരും എന്നൊരു ചെറിയ വിഭിന്നത കണ്ടപ്പോൾ പതുക്കെ അത് പള്ളിയിൽ നിന്ന് കോമണാക്കി എടുക്കാം, അതിന് പകരം എന്തെങ്കിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് സ്തോത്ര കാഴ്ച ഇട്ട മതി എന്നൊരു കാഴ്ചപ്പാടാണ് സഭയുടേത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദേവാലയം ഇല്ല, സ്കൂൾ നല്ലതില്ല, സ്ഥലമില്ല, കുട്ടികൾക്ക് കാറ്റീസം പഠിക്കാനായിട്ട് ഇടമില്ല, പള്ളിമേളം നല്ലതില്ല. നമുക്കിതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ ഒരു 5 വർഷത്തിൻ്റെ അപ്പുറത്തെങ്കിലും ഉണ്ടാക്കണം. എൻ്റെ കാലത്ത് ഉണ്ടാക്കത്തില്ല, ഒരിക്കലും ഉണ്ടാക്കത്തില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരംഭം കുറിക്കണം. അപ്പോൾ ആരംഭം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും കൂടുതൽ നിങ്ങളിൽ ലഭിക്കും എന്നതാണ്. പല തുള്ളി പെരുവെള്ളം. അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ഇടുക. ഇപ്പോൾ ഇടുന്നതിൽ നിന്ന് എന്തെങ്കിലും കൂട്ടിയിടുവാൻ നിങ്ങളുടെ കഴിവ് അനുവദിക്കുന്നുവെങ്കിൽ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അങ്ങനെ കൂട്ടിയിടണം. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടണം. നമുക്കറിയാം, സ്തോത്ര കാഴ്ചയുടെ മുകളിലും അമ്മച്ചിമാരെ കുട്ടികളെ കൊണ്ടിരിക്കും. അതെല്ലാം ഒരു പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ തുടർച്ചയുടെ ഭാഗമാണ്. എങ്കിൽ മാത്രമാണ് കുട്ടികളിൽ ആ കഴിവ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സമയം ചെയ്യുന്നതിനായിട്ട് അടുത്ത ഞായറാഴ്ച മുതൽ കാഴ്ചസമർപ്പണം, കുടുംബയുക്തികളുടെ കാഴ്ചസമർപ്പണം കുർബാനയ്ക്ക് മുമ്പായിരിക്കും. കുടുംബയുക്തികളുടെ കാഴ്ചസമർപ്പണം. ഇനി ആരെങ്കിലും ബൈചാൻസ് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്നതാണ്. ആരെങ്കിലും ബൈചാൻസ് ലേറ്റായിട്ട് വരുന്നുവെങ്കിൽ സ്തോത്ര കാഴ്ച പിരിക്കുമ്പോൾ അതിലേക്ക് ഇടുന്നതാണ്. അതിൽ യൂണിറ്റുകളുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതായിരിക്കും. മനാഥ സഹായ സംഘത്തിൽ എല്ലാ കുടുംബാംഗങ്ങളും അംഗങ്ങളാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 500 രൂപയാണ് അംഗത്വഫീ. സംഘത്തിലെ ഒരു കുടുംബാംഗം മരിക്കുമ്പോൾ 100 രൂപയാണ് മരണ ഓഹരിയായിട്ട് നൽകേണ്ടത്. 15,000 രൂപ അടിയന്തരമായിട്ട് ആ കുടുംബത്തിന് എത്തിക്കുവാൻ സാധിക്കും എന്ന ചിന്തയോടു കൂടിയാണ് നമ്മളിത് വിഭാവനം ചെയ്യുക. അത് ആരംഭിക്കുക. അംഗങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ പൊതുയോഗം കൂടും. പൊതുയോഗം കൂടി ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതോടുകൂടിയായിരിക്കും അംഗം മനാഥ സഹായ സംഘം പ്രവർത്തനം ആരംഭിക്കുക. അംഗത്വ മെമ്പർഷിപ്പ് പാസ്ബുക്ക് നിങ്ങൾക്ക് 500 രൂപ നൽകുമ്പോൾ യൂണിറ്റ് ഭാരവാഹികൾ നൽകുന്നതാണ്. ഏതെങ്കിലും യൂണിറ്റ് ഭാരവാഹികൾ അതിൻ്റെ മനാഥ സഹായ സംഘം പാസ്ബുക്ക് കൊണ്ടുപോകുവാനുണ്ടെങ്കിൽ ദയവായിട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ചേരുമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ കുറച്ച് പേരെങ്കിലും നമ്മുടെ സെമിത്തേരി കല്ലറയുടെ പൈസ പൂർണ്ണമായിട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ആ കല്ലറകൾ പണിതില്ലായിരുന്നെങ്കിൽ എവിടെ ഇപ്പോൾ ആൾക്കാരെ അടക്കണമെന്ന സംശയം നമുക്കുണ്ടായേനെ. കാരണം പെട്ടെന്ന് മൂന്നാലെണ്ണം മരണം അടുപ്പിച്ചു വന്നപ്പോൾ നമുക്ക് അടക്കുവാനായിട്ട് സാധിച്ചത് ആ കല്ലറകൾ ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ ഇടവക വളരുകയാണ്. നമുക്ക് കല്ലറകൾ വേണം. നമ്മുടെ ഉള്ള സ്ഥലം നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കണം. അതിനായിട്ട് സ്നേഹപൂർവ്വം സഹകരിക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന് പ്രതീക്ഷയായ മിശിഹായി സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു.
തിരുസഭയുടെ അവരുടെ സന്താനങ്ങളുടെ മേൽ അവരുടെ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. സകലത്തിന്റെയും നാഥായി നയിക്കും. ദിവ്യാത്മാവിൻ ധാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നല്ല